പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ സെഗ്മെൻ്റ് ആകുന്നു. നിങ്ങളുടെ നാളെയിൽ നാളെ 2024 ഡിസംബർ മാസം 11-ാം തീയതി, അതായത് 1200 വൃശ്ചിക മാസം 26-ാം തീയതി ബുധവാരം, ബുധനാഴ്ച പ്രായണ ശുഭദിനമാകുന്നു. ജ്യോതിഷത്തിൽ ശുഭഗ്രഹങ്ങളുടെ ദിനങ്ങളാകുന്നു ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, അതേ രീതിയിൽ തിങ്കളാഴ്ചയും. അവിടെ ചന്ദ്രന് വെളുത്തപക്ഷത്തിലെ ചന്ദ്രനാണ് ബലമുണ്ടാകുമ്പോൾ തിങ്കളാഴ്ചക്ക് മഹത്വം ഉണ്ടാവുക. അതേ രീതിയിൽ ബുധൻ ജാതകത്തിൽ പാപഗ്രസ്തനായി നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാപമധ്യസ്ഥിതനായി മൗഢ്യത്തോടുകൂടി നിൽക്കുകയാണെങ്കിൽ ബുധന് പ്രായണ ബലം കുറയും. ബുധൻ പാപഗ്രഹത്തിൻ്റെ ധർമ്മം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാപൈർ സ്ഥൈര്യുധ, പാപഗ്രഹങ്ങളോട് കൂടി നിൽക്കുന്ന ബുധൻ പാപഗ്രഹത്തിന് ധർമ്മം അനുഷ്ഠിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:36 അസ്തമയം വൈകിട്ട് 6 മണിക്കുമാകുന്നു. നാളത്തെ രാഹുകാലം 12 മണി മുതൽ 1:30 ഉച്ച വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു. എങ്കിലും പ്രാദേശിക സൂര്യോദയ പ്രകാരം നമുക്ക് രാഹുകാലം 12:35 മുതൽ 2:05 വരെയുള്ള സമയമായി നിജപ്പെടുത്താവുന്നതാണ്. നാളത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാകുന്നു. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകതകൾ: ബുധനാഴ്ച, ആ ബുധൻ ഭരിക്കുന്ന നക്ഷത്രമാകുന്നു രേവതി, ആയില്യം തൃക്കേട്ട രേവതി. ഈ നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാകുന്നു ബുധൻ. നാളത്തെ തിഥിയും വെളുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയാകുന്നു. അതിനാൽ ഗുരുവായൂരമ്പല ദർശനവും ഏകാദശി വ്രതമെടുത്ത് ഗുരുവായൂരമ്പല ദർശനവും ഫലങ്ങളും അനുഭവിക്കുവാൻ ഭക്തർക്ക് ഏറ്റവും നല്ല ദിവസമാകുന്നു നാളെ ബുധനാഴ്ച. നിങ്ങൾ ശ്രദ്ധിക്കണം, ബുധൻ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായ അവതാര ദൈവങ്ങളുടെ ദിനമാകുന്നു. അതിനാൽ ശ്രീകൃഷ്ണന് നാളത്തെ ദിനം വളരെയധികം ബലമുണ്ട്. ആ ബുധൻ്റെ നക്ഷത്രമാകുന്നു, ഭരിക്കുന്ന നക്ഷത്രമാകുന്നു ആയില്യം തൃക്കേട്ട രേവതിയിൽ. ഇവിടെ രേവതി. നാളെ ഗുരുവായൂരിൽ അസാമാന്യമായ ജനങ്ങളുടെ തിരക്കുണ്ടാകും. വൃശ്ചിക മാസത്തിലെ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ലോകമെങ്ങും ആചരിച്ചു വരുന്നത്. നാളത്തെ ശുഭമുഹൂർത്തങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. കാലത്ത് 9:35 മുതൽ 10:30 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ ഉത്തമമാണ്. അതേ രീതിയിൽ ഉച്ചയ്ക്ക് 2:35 മുതൽ 3:30 വരെയുള്ള സമയവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നിങ്ങളുടേതായ എല്ലാ ശുഭകാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടാവുന്നതാണ്. നാളെ രേവതി നക്ഷത്രം കാലത്ത് 11:35 വരെയാണുള്ളത്. 11:35 കഴിഞ്ഞാൽ അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, പ്രത്യേകിച്ച് 3:45 നാഴിക ഗണ്ഡാന്ത നക്ഷത്രമാകുന്നു. അശ്വതി മകം മൂലം ഇതിൻ്റെ ആദ്യത്തെ 15 നാഴിക, അറ്റ്ലീസ്റ്റ് ആദ്യത്തെ 3:45 നാഴിക വർജിക്കപ്പെടേണ്ടതാണ്. അപ്രകാരം തന്നെ ആയില്യം തൃക്കേട്ട രേവതി, ഈ നക്ഷത്രങ്ങളുടെ അവസാനത്തെ 15 നാഴിക അല്ലെങ്കിൽ അവസാനത്തെ 3:45 നാഴിക നാം വർജിക്കേണ്ടതാണ്. അതിനാൽ മറ്റൊരു ശുഭമുഹൂർത്തം ഞാൻ നിങ്ങൾക്ക് നൽകിയത് ഉച്ചയ്ക്ക് 2:35 മുതൽ 3:30 വരെയുള്ള സമയമാകുന്നു. നാളെ നിങ്ങൾ കൃഷ്ണക്ഷേത്രമല്ലാതെ മറ്റൊരു ക്ഷേത്ര ദർശനവും വേണ്ട കാലത്ത് കൃഷ്ണന് പ്രിയപ്പെട്ട തുളസിമാല, പാൽപ്പായസം, സഹസ്രനാമ പുഷ്പാഞ്ജലി ഒക്കെ ഭഗവാനെ അവിടെ സമർപ്പിക്കുക. വൈകിട്ട് അശ്വതി നക്ഷത്രമാകയാൽ നിങ്ങൾക്ക് നാഗക്ഷേത്ര ദർശനം നടത്താം. അവിടെ നാഗർക്ക് പ്രിയപ്പെട്ട ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി നിങ്ങൾക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ ശോഭനമായ നല്ലൊരു ദിനം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.